നമസ്കാരം, എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. ബാങ്ക് അക്കൗണ്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം, അതിനകത്ത് പൈസ കിട്ടുമോ ഇല്ലയോ. ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സംഭവങ്ങൾ അത് നിയമപരമായിട്ടുള്ള കാര്യമല്ല. ബാങ്ക് അക്കൗണ്ട് വാടക കൊടുക്കുക വെച്ചാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ മറ്റൊരാൾക്ക് യൂസേജിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു. എൻ്റെ പേരിലായിരിക്കും എല്ലാ പേരും അതിൻ്റെ പാസ്വേഡും എല്ലാം ഉണ്ടാവുക. പക്ഷേ അത് ഞാൻ വേറൊരാൾക്ക് വാടക കൊടുക്കുന്നു, അയാൾക്ക് അതിൻ്റെ അകത്ത് ട്രാൻസാക്ഷൻ നടത്താം. സോ അത് നിയമപരമായിട്ട് ആണോ അല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നിയമപരമായിട്ട് അത് അംഗീകരിച്ചതല്ല, പക്ഷേ അത് ആൾക്കാർ ഇന്ത്യയിൽ ചെയ്തു വരുന്നുണ്ട്. അത് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ്, ഒരുപാട് കള്ളത്തരങ്ങൾക്കും കള്ളപ്പണത്തിനും വേണ്ടിയിട്ട് നമ്മളെ സമീപിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുടുങ്ങുന്ന ആൾക്കാർ നമുക്ക് പൈസയ്ക്ക് വേണ്ടി ഒരു ബുദ്ധിമുട്ട് വരികയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടികൾ ഒരു 18 വയസ്സിനും പഠിക്കുന്ന കാലത്തുള്ള ആ ഒരു ചെലവുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാലാരിഷ്ഠിതമായ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്കാർ പുറത്ത് നോക്കുന്നുണ്ടാവും, അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അവർ നമ്മളിപ്പോൾ ഫോണിൽ ത്രൂ പറയും നിങ്ങളുടെ അക്കൗണ്ട് ഞാൻ വാടകയ്ക്ക് എടുക്കാം, നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിൻ്റെ ഇന്ന അക്കൗണ്ട് തുടങ്ങുക, അല്ലെങ്കിൽ ഇന്ന അക്കൗണ്ടിലുണ്ടെങ്കിൽ അതിൻ്റെ പാസ്വേഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ബാക്കി നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് മാസം ഒരു പൈസ നിങ്ങൾ തരുന്നതായിരിക്കും. പൈസ കിട്ടുന്നുണ്ടാവും. നമ്മൾക്ക് നമ്മുടെ കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ നല്ല നല്ല എമൗണ്ടുകൾ തന്നെ ചിലപ്പോൾ വരുന്നുണ്ടാവും. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടാവില്ല, അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും. ഇത് ഇന്ത്യയിൽ അവർ ചെയ്യുന്നത് പലപ്പോഴും റിമോട്ട് ആയിട്ടുള്ള ഏരിയസ് നിന്നായിരിക്കും. ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മളറിയാത്ത ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന്, ഇപ്പം കച്ച് പോലത്തെ ഏതെങ്കിലും മൂലയിൽ നിന്ന്, ഏതെങ്കിലും ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയും ഒരു കമ്പ്യൂട്ടർ മാത്രം മതി. കച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഏറ്റവും മൂലയിൽ, അല്ലെങ്കിൽ ലഡാക്ക് എന്നൊക്കെ ഇന്ത്യയിലേക്ക് ഏതോ മൂലയിൽ കിടക്കുന്നത്. നമ്മളെ കന്യാകുമാരി പോയാലും അല്ലെങ്കിൽ ബോംബെയിലായാലും ഒരു ഫ്ലാറ്റിലിരുന്നോ ഒരു വീട്ടിലിരുന്നോ ഇത് ചെയ്യുന്നുണ്ടാവും. അവരിതിൻ്റെ അകത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ നിന്ന് അവർ പൈസ വലിക്കും, ഹാക്ക് ചെയ്യും. അതായത് ഇപ്പോൾ മരിച്ചുപോയവരുടെ അക്കൗണ്ട്, അങ്ങനത്തെ അക്കൗണ്ടൊക്കെ ഉണ്ടാവും. അതിൻ്റെ അകത്ത് അവർ പാൻ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്വേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാക്കിയിട്ട് അവർ ഹാക്ക് ചെയ്യും. അതായത് ആ പൈസ നമ്മൾ എടുക്കും, ഹാക്ക് ചെയ്യുന്ന കഴിഞ്ഞാൽ എടുക്കും. അത് ഈ അക്കൗണ്ട് ത്രൂ ആയിരിക്കും അവർ എടുക്കുന്നുണ്ടാവും. അതായത് ഈ അക്കൗണ്ടിലേക്കായിരിക്കും. ഇപ്പോൾ സപ്പോസ് ഒരാളുടെ പൈസ അയാൾ ഹാക്ക് ചെയ്തിട്ട് 10 ലക്ഷം രൂപ ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ വരുന്ന എൻ്റെ അക്കൗണ്ട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും അത് വരുന്നുണ്ടാവുക. അപ്പോൾ തന്നെ ആ നിമിഷമോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ അക്കൗണ്ടിൽ നിന്ന്, അതായത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ പോവുകയും ചെയ്യും. അതായത് അവരുടെ അക്കൗണ്ടിലേക്ക് എടുക്കും. അപ്പോൾ ചുരുക്കത്തിൽ എന്താവും ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ പൈസ ഏതോ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് വലിക്കുകയും എൻ്റെ പൈസ ഞാനത് വേറെ ഏതോ കാര്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തെന്നുള്ളതാണ് നിയമപരമായിട്ട് വരുന്നത്. കാരണം എൻ്റെ പാസ്ബുക്കിൽ അങ്ങനെയാണല്ലോ കാണുള്ളൂ, ഒരു ഡെപ്പോസിറ്റ്, ഒരു ക്രെഡിറ്റ് വരികയും ഒരു വിഡ്രോവൽ വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ ഇതിനകത്ത് നടക്കുന്നത്. ഇതിനു വേണ്ടി ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് എനിക്ക് അവർ തരികയും ചെയ്യും. കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ നിരീക്ഷിക്കപ്പെടും. അതായത് എപ്പോഴും നമ്മൾ ട്രാൻസാക്ഷൻസ് എപ്പോഴും നമ്മുടെ മുകളിൽ ഒരു കണ്ണുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. റിസർവ് ബാങ്ക് ആയാലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആയാലും ഫെമ ആയാലും ED ആയാലും എല്ലാം ഇത് നോക്കുന്നുണ്ടാവും. നമ്മൾ അതായത് ഒരു തേർഡായി എപ്പോഴും നമ്മുടെ അക്കൗണ്ടിലായാലും എന്തെങ്കിലും നടക്കുന്നുണ്ടാവും. പക്ഷേ ആ ഡിപ്പാർട്ട്മെൻറ്റിന് അതിനകത്ത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടന്നാൽ മാത്രമേ അത് നോക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ലിമിറ്റിന് മുകളിൽ നടന്നാൽ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറേ നടക്കുമ്പോൾ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെ കുറവ്, എംപ്ലോയീസിൻ്റെ കുറവ്, അപര്യാപ്ത കാരണം പെട്ടെന്നത് കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല, നമ്മളത് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ നോക്കുന്നുണ്ടാവും. ഈ വ്യക്തിക്ക് ഇപ്പോൾ അക്കൗണ്ട് വാടക കൊടുത്ത വ്യക്തിയെ കുറേ കാലം കഴിയുമ്പോൾ ഒരു നോട്ടീസ് വരും, അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്രയും പൈസ വന്നു. അപ്പം നമ്മളിതൊന്നും അറിയുന്നുണ്ടാവില്ല. നമ്മുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ കോടിക്കണക്കിന് വന്നും പോയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു, ഇതിൻ്റെ സോഴ്സ് ചെയ്യണം എന്ന് പറയുന്നുണ്ടാവും. നമ്മളപ്പോൾ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടി വരും. റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ നമുക്കിത് അൺഓതറൈസ്ഡ് വന്ന ഫണ്ടാണ്. കാരണം നമുക്ക് പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് സിനിമയും തരുന്ന പൈസ ഇല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. അവനിത് വെച്ച് ദൂരത്തും കളിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ വലിയൊരു വണ്ടി എടുത്തിട്ടുണ്ടാവും. ഈ വണ്ടി എടുക്കുമ്പോഴൊക്കെ 10 ലക്ഷത്തിന് മുകളിലുള്ള വണ്ടി എടുക്കുമ്പോൾ TCS വരുന്നുണ്ടാവും. അപ്പോൾ അതും അവൻ്റെ പാനിൽ ക്രെഡിറ്റ് ആവും. ഇതിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട് എവിടെ നിന്നാണ് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇത് അൺഓതറൈസ്ഡ് ആണെങ്കിൽ ഇതിൻ്റെ മുകളിലെ പെനാൽറ്റി, ടാക്സേഷൻ ഇതെല്ലാം നമുക്ക് വരും. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രകാരം. അത് കൂടാണ്ട് EDൻ്റെ പേരിൽ, അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ നമ്മൾ ഇതിൻ്റെ ചോദ്യം ചെയ്യൽ, ഹറാസ്മെൻറ്റ്, അവരുടെ ജയിലിലടയ്ക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു കാര്യമാണ്. നമുക്ക് ചുരുക്കത്തിൽ നമുക്കൊരു പൈസ കിട്ടുന്നുണ്ടാവാം, പക്ഷേ ആ പൈസ കൊണ്ടുള്ള ദുരിതങ്ങൾ നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് അറിയുള്ളൂ. ഇത് ചെയ്യുന്ന വ്യക്തി അന്നേരം മനസ്സിലാവില്ല. ഇനി ഇത് ചെയ്യുന്ന വ്യക്തിയോ ഇത് നമ്മളെന്ന് ആരാണോ വാടകയ്ക്ക് എടുത്തതെന്ന് വെച്ചാൽ അവരെ ഒരു തരത്തിലും പിടിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഒരു ഇലക്ട്രോണിക് മോഡിലാണ് ചെയ്യുന്ന, റിമോട്ടിലാണ് ട്രാൻസാക്ഷൻ. ലീഗലി അവരിൻ്റെ അകത്ത് ഒരു ബാധ്യതയില്ല, അവരൊരു കാര്യത്തിലും പിടിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഇതൊക്കെ നോട്ടീസ് വന്നതിന് അവരെ വിളിച്ചു നോക്കുമ്പം അവരെ വിളിക്കാനും നിങ്ങൾക്ക് കിട്ടില്ല, അവരായിട്ടുള്ളൊരു ബന്ധങ്ങൾ വരെ നമുക്ക് ഉണ്ടാവില്ല. അവിടുന്ന് മറിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ ബോംബെയിൽ എന്താ ചെയ്യുന്നതെങ്കിൽ അവരടുത്ത ലാവണം ഇപ്പോൾ രാജസ്ഥാനിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ആക്കിയിട്ടുണ്ടാവും. അപ്പം അതിലേക്കൊന്നും അവരെ നമുക്ക് ഇത് ചെയ്യാനേ പറ്റില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ പുറത്ത് വരുന്ന ഭവിഷ്യത്തുകൾ മുഴുവൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും ഇങ്ങനത്തെ ഒരു ഇടപാടുകളിലേക്ക് പോകാതിരിക്കുക. അങ്ങനത്തെ നമ്മുടെ അക്കൗണ്ടുകൾ നമ്മൾ ആർക്കും വാടകയ്ക്ക് കൊടുക്കാണ്ടിരിക്കുക. നമ്മളുടെ പാൻ നമ്പറോ നമ്മളുടെ ഇതോ നമ്മളെ സുരക്ഷിതമായിട്ട് തന്നെ വയ്ക്കുക. കഴിയുന്ന ഒരു അക്കൗണ്ടോ അങ്ങനത്തെ അക്കൗണ്ട് മതി. നമ്മൾ ഒരുപാട് എല്ലാവരും ആവശ്യത്തിന് വേണ്ടി, ഏതോ ഒരു പുസ്തകത്തിൽ പറഞ്ഞ മാതിരി എല്ലാവരും ആവശ്യത്തിന് വേണ്ടിയും ഇവിടെ ഭൂമിയിൽ എല്ലാവർക്കും റിസോഴ്സസ് ഉണ്ട്. പക്ഷേ ഒരിക്കലും അത്യാഗ്രഹത്തിന് വേണ്ടിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു വസ്തുതയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും അത് നിയമപരമായിട്ട് ചെയ്യുക, അതിൻ്റെ റിട്ടേൺസ് ഫയൽ ചെയ്യുക,
അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ അറിവുള്ളവരോട് ചോദിക്കുക, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനോടോ മറ്റുള്ളവരോടോ വേണ്ടി ചോദിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളൊരു ട്രാൻസാക്ഷന് പോവുക. വെറുതെ ഇത് വാടകയ്ക്ക് മറ്റേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഭവിഷ്യത്ത് നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി എങ്ങനെ ഇത് ബാങ്കുകൾ അറിയുന്നു എന്നുള്ളതാണ് സത്യത്തെ സംഭവം. നമ്മളിപ്പം ബാങ്കിന് എപ്പോഴും ഡേ എൻഡ് എന്നൊരു ട്രാൻസാക്ഷൻ ഉണ്ട്. ഡേ എൻഡ് എന്ന് വെച്ചാൽ നമ്മളൊന്നും അറിയുന്നുണ്ടാവില്ല, ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായിരിക്കും അറിയുന്നുണ്ടാവുക, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ചില ബാങ്കിലൊക്കെ ഓട്ടോമാറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ടാവാം, ചില ബാങ്കിൽ രാത്രി 12 മണിക്ക് ശേഷമായിരിക്കും നടക്കുന്നുണ്ടാവുക. ഡേ എൻഡ് എന്ന് വെച്ചാൽ ഡേ എൻഡ് സാധാരണ എല്ലാ ബാങ്കിലും നടക്കും. ഡേ എൻഡ് എന്ന് വെച്ചാൽ ഒരു ബാങ്കിൽ എല്ലാ ട്രാൻസാക്ഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സെർവർ ഡിപ്പാർട്ട്മെൻറ്റിന് ഇന്ന ട്രാൻസാക്ഷൻ നടന്നു, ഇന്നതിൻ്റെ കുറീസൊക്കെ അവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതെന്താ അവിടെ വന്നത്, ആ അക്കൗണ്ടിൽ എന്താ കൂടുതൽ സസ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അവർ ഇൻറ്റേർണൽ മാറ്റേഴ്സാണ്. സോ ആ ഡേ എൻഡ് ട്രാൻസാക്ഷനിൽ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് കൊടുക്കും. അതായത് ഒരുപാട് പൈസകൾ വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള അക്കൗണ്ടിലേക്ക് നമ്മൾ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഒരു 2.5 ലക്ഷം രൂപ വരുമ്പോൾ, ഒരു വിദ്യാർത്ഥിക്ക് 2.5 ലക്ഷം രൂപ വരുമ്പോൾ അതൊരു എമൗണ്ട് ആണല്ലോ. എന്തെങ്കിലും അവന് ലോൺ എടുക്കണം, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ആരെങ്കിലും കൊടുത്തതായിരിക്കണം, അല്ലെങ്കിൽ അവനെന്തെങ്കിലും ജോലി ചെയ്ത് ഉണ്ടാക്കിയിട്ട് പൈസ ആയിരിക്കണം, അല്ലാണ്ട് ഒരു പൈസ വരില്ലല്ലോ. സോ അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഡേ ആൻഡ് ട്രാൻസാക്ഷൻ അത് ക്ലിയർ ചെയ്യും. കൂടാതെ നമ്മൾ ബാങ്കിന് എല്ലാ വർഷങ്ങളിലും അല്ലെങ്കിൽ ക്വാർട്ടർലിയും മന്ത്ലിയൊക്കെ ആയിട്ട് ഒരു റിട്ടേൺസ് അവരുടെ RBIയിലേക്കും അവരുടെ ഹെഡ് ഓഫീസിലേക്കും അയക്കണം. ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനുമുള്ള സംഭവങ്ങൾ നടന്നാൽ, സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടന്നാൽ ഇതൊക്കെ നമ്മൾ റിസർവ് ബാങ്കിനെ നമ്മൾ അറിയിക്കണമെന്ന്. അപ്പോൾ അതിലും നമ്മൾ ബാങ്കുകൾ നമ്മുടെ ട്രാൻസാക്ഷൻസ് ബാങ്കോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസോ നമുക്കറിയാം. റിസർവ് ബാങ്കിൽ നിന്ന് അത് ED ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആഭ്യന്തര വകുപ്പും അത് എടുക്കുന്നുണ്ടാവും. പിന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ രാത്രി 12 മണിക്ക് ശേഷം ഓട്ടോമേറ്റഡ് ആയിട്ട് എല്ലാ ബാങ്കുകളിലും സെർവേഴ്സ് ഇത് ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. അതായത് അത് കഴിഞ്ഞാൽ അത് തന്നെത്താനെ ആ സെർവർ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടക്കുന്നതോ സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ നടക്കുന്നതോ അത് അവരുടെ ഇതിലേക്ക് ഓട്ടോമാറ്റഡ് ആയിട്ട് വരും. അത് നമ്മൾ ബാങ്കിൽ നമ്മളിനി എന്ത് പറഞ്ഞാലും ബാങ്കുമായിട്ട് നമുക്ക് പരിചയമുണ്ടെങ്കിൽ തന്നെയും അതൊന്നും നടക്കില്ല. ഇത് അങ്ങനെ വരികയും ചെയ്യും. ഇനി ഇത് നടന്നു കഴിഞ്ഞാൽ ഭവിഷ്യത്ത് വേറെ ഒന്ന്. ഇങ്ങനത്തെ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവും. ഫ്രീസ് ആവുമെന്ന് വെച്ചാൽ അത് ഇവിടുന്ന് നമ്മളെ ബ്രാഞ്ചിൽ നിന്നല്ല അത് ഫ്രീസ് ആവുന്നത്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ SBIൻ്റെ ഒരു ബ്രാഞ്ചാണ്, നമ്മളിപ്പം ഒരു സാധാരണ ലോക്കലായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്, ഗ്രാമപ്രദേശത്തിലെ ബ്രാഞ്ചാണ്, അവിടെയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ പോലും ഇത് ഫ്രീസ് ആവുന്ന ബോംബെയിലെ ഒരു ഹെഡ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഹൈദരാബാദിലോ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്ന് ഒരു റിമോട്ടായിട്ടുള്ള സെൻസിൽ നിന്നാണ് അത് ഫ്രീസായി മാറും. അതായത് നമ്മളെ അക്കൗണ്ടിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പൈസ എടുക്കാനും പറ്റില്ല, ചെയ്യാനും പറ്റില്ല. അതിനകത്ത് എന്തെങ്കിലും നമ്മളതിനെ കാരണം കാണിക്കൽ കൊടുത്താൽ മാത്രമേ ആ ഫ്രീസിങ് വിഡ്രോ ആവുകയുള്ളൂ. പിന്നെ ഈ കേസുകൾ ഇപ്പം നമ്മൾ ഈ ഹാക്കിങ് നടത്തുന്നത് ചിലപ്പം എൻ്റെ പൈസ, ഞാനിപ്പോൾ ചിലപ്പോൾ ആസാമിലുള്ള ഒരു വ്യക്തിയായിരിക്കാം, എൻ്റെ പൈസ ആയിരിക്കാം ഈ ഹാക്കർ നമ്മൾ വാടകയ്ക്കെടുത്ത വ്യക്തി പൈസ എടുക്കുന്നുണ്ടാവുക. സോ എനിക്ക് ആസാമിലെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ആസാമിലെ സൈബർ വിങ് ആയിരിക്കും ആ കേസുകൾ വരിക. അവരന്നേരം നോട്ടീസ് നമുക്ക് അയക്കും. അപ്പം നമ്മൾ ആസാമിൽ പോവുകയും അവിടുത്തെ ജൂറിസ്ഡിക്ഷനായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആസാം വരെ പോകേണ്ട ചിലവുകളും മറ്റും, പിന്നെ അവർ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ചെയ്തത് നമ്മളൊരു ദിവസം നമ്മൾ അകത്താക്കാനുള്ളൊരു സംവിധാനം ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് വരാനുള്ളൊരു ഇത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് റെൻറ്റിന് കൊടുക്കുന്നൊരു സംവിധാനമാണ്. നമുക്ക് വരുമാനം കിട്ടും, പക്ഷേ ഇത് നിയമപരമായിട്ടുള്ള കാര്യമല്ല. അതിലൊന്നും പെടാതിരിക്കുക. ഇനി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അറിവുള്ളവർ, ഒരു ഫിനാൻഷ്യലായിട്ട് അറിവുള്ള ചാർട്ടേഡ് അക്കൗണ്ടിനോടോ അല്ലെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോടോ ചോദിച്ചതിന് മാറ്റം ചെയ്യുക. നമ്മളുടെ പേഴ്സണൽ സീക്രട്സ് ഒരിക്കലും മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. കഴിയുന്ന ഒരു ബാങ്ക് അക്കൗണ്ടോ മറ്റോ മാത്രം മതി. അതാണിപ്പോൾ പുതിയ RBIൻ്റെ റൂള് പ്രകാരം തന്നെ നമുക്ക് ഒരുപാട് കാലം മുമ്പേ തുടങ്ങിയ ഒരു അക്കൗണ്ട് വരെ നമുക്കിപ്പം ക്ലോസ് ചെയ്യാൻ വരുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതിന് ഡോർമെൻ്റ് അക്കൗണ്ട്സ് ഒന്നും ആവില്ല, ക്ലോസ് ചെയ്യാൻ നമുക്ക്. അപ്പോൾ അങ്ങനെയായിട്ട് ഒരു അക്കൗണ്ട് മാത്രത്തിൽ കൊണ്ടുവരിക. വെറുതെ ഒരുപാട് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനകത്ത് പൈസ ഇല്ലാത്തതും പൈസ ഉള്ളതുമായിട്ടുള്ളൊരു ഇത് എടുക്കുക. ഇങ്ങനത്തെ സംരംഭങ്ങളിലേക്ക് ചെന്നപ്പെടാതിരിക്കുക. പെട്ട് കഴിഞ്ഞാൽ EDയും അതിൻ്റെ ഭവിഷ്യത്തുകൾ വളരെയധികമാണ്. ജയിലിൽ വരെ അടയ്ക്കാനുള്ള ഒരു സംവിധാനം നമുക്കത് വരേണ്ടി വരും. എൻ്റെ ഈ ചാനൽ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാഗം രതീഷ്.